വിമാനാപകടത്തിൽ ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയാനെ കാണാതായ വിവരം ടെലഗ്രാമിലൂടെ സൈന്യം അറിയിച്ചിരുന്നുവെന്ന് സഹോദരി മേരി തോമസ് 24-നോട് പറഞ്ഞു. മൂത്ത സഹോദരനാണ് ടെലഗ്രാം സന്ദേശം അയച്ചത്. തെരച്ചിൽ തുടരുന്നുവെന്ന അറിയിപ്പാണ് ലഭിച്ചതെന്ന് മേരി തോമസ് വ്യക്തമാക്കി. ശ്രീജിത്ത് ശ്രീകുമാരൻ എലന്തൂരിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. 56 വർഷത്തിന് ശേഷം ഒരു അത്ഭുതം എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. തോമസ് ചെറിയാൻ എന്ന ഒടാലിൽ വീട്ടിൽ തോമസിൻ്റെ മകൻ തോമസ് ചെറിയാൻ്റെ മൃതദേഹം കണ്ടെത്തുന്നു. ആ വീട്ടിലാണ് നമ്മളുള്ളത്. സഹോദരിയാണുള്ളത്, മേരി തോമസ്. അങ്ങനെയല്ലേ അമ്മയെ പേര്? അനിയത്തിയായിരുന്നു അല്ലേ? പെങ്ങളായിരുന്നു. സൂസി എന്നായിരുന്നു എന്നെ വിളിക്കുന്നത്. വിളിപ്പേര് സൂസി എന്നായിരുന്നു. അദ്ദേഹം പോകുന്ന സമയത്ത് എത്ര? എനിക്ക് 12 വയസ്സ്. 12 വയസ്സ്. 7ാം ക്ലാസ്സിൽ പഠിക്കുക ഞാൻ. പഠിക്കുക. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ട്രെയിനിങ് കഴിഞ്ഞ് ആദ്യ പോസ്റ്റിങ് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ചണ്ഡീഗറിൽ ചെന്നേച്ചും എഴുത്തിട്ടു. അന്ന് എഴുത്തേ ഉള്ളല്ലോ. എഴുത്തിട്ട് ഞാനിങ്ങനെ ലഡാക്കിലെ ലേയിലേക്ക് പോവുകയാണെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് ഈ സംഭവം നടന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം പത്രത്തിനകത്ത് വന്നു, ഇങ്ങനെ ഒരു പ്ലെയിൻ 98 ആളുകളോട് കൂടി ഒരു പ്ലെയിന് 102-3 മറ്റേ ഓഫീസർമാരൊക്കെ ആയിരുന്നു, അതിനകത്തെ ആൾക്കാരായിരുന്നു. 98 ആൾക്കാർ നമ്മുടെ ഉണ്ട്. അപ്പം അച്ചാൻ്റെ സ്വന്തത്തിൽപ്പെട്ട ഒരാളൂടെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അന്നേരം ഇങ്ങനെ പറഞ്ഞു. അന്നേരം അച്ചായൻ തന്നെ പറഞ്ഞു, തേണ്ട നമ്മുടെ പോൻ്റെ പേരുണ്ട് ഇതിനകത്ത്, ഈ തോമസ് ചെറിയാൻ കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴും മരിച്ചെന്നോ പ്ലെയിൻ കാണാതെ പോയതാ, ചിലപ്പോൾ ആരെങ്കിലും പിടിച്ചിറക്കിയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് 45 മിനിറ്റ് എന്നാന്ന് പറഞ്ഞ് ഈ ലഡാക്കിലെ ലേയിലേക്ക് അവിടെ ചെന്ന് ഇറങ്ങാൻ പറ്റാഞ്ഞ് അതും പറഞ്ഞു. ഇങ്ങനെ 30 മിനിറ്റും വന്നു, പുറകോട്ട് വന്നു. 15 മിനിറ്റ് ആയപ്പം ഇതിനകത്തിലെ ബന്ധം വിട്ടു. അപ്പം പിന്നെ നമ്മളോർത്ത് ആരെങ്കിലും പിടിച്ചെടുത്താന്നോ ടെലഗ്രാമായിട്ടാണോ ഇങ്ങോട്ട്? ടെലഗ്രാമായിട്ടാണ് വന്നേ. നമ്മളിപ്പോൾ എലന്തൂർ ചന്ത എന്നാ നമുക്ക് അവിടെ പോസ്റ്റ് ഓഫീസ് അവിടെ നിന്നാണ് കിട്ടിയത്. ആശ്വാസമുണ്ട്. ഇപ്പോൾ ഏതായാലും മരിച്ചുപോയി. ഞങ്ങളുടെ കൂടെ ചേർക്കാമല്ലോ എന്നുള്ള ഒരു അപ്പൻ്റെ അമ്മയുടെ ആ കല്ലറയിൽ തന്നെ വെക്കാമല്ലോ എന്നുള്ള ഒരിതുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. എങ്കിലും നമുക്ക് എന്തെങ്കിലും കിട്ടി നമുക്കത് കൊണ്ടൊന്ന് കല്ലറ വെക്കാമെന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ട്. അവർക്ക് വിഷമമുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്ന സമയത്ത് സൂസി എന്ന മേരി തോമസ്, അവർക്ക് വിഷമമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആശ്വാസമാണ്. ഒപ്പം അപ്പൻ്റെയും അമ്മയുടെയും കല്ലറയ്ക്കൊപ്പം ചേർക്കാം എന്നാണ് പറയുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.